ഡിസംബർ 6 മറക്കില്ല. ബാബറി പള്ളി അവിടെ വീണ്ടും പുനഃസൃഷ്ടിക്കും. നമ്മുടെ നാട്ടിലെ ഒരു കൂട്ടം ആളുകളുടെ മുദ്രാവാക്യമാണ്. അവരുദ്ദേശിക്കുന്നത് സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഹിന്ദുക്കൾ ഒരു 5 നൂറ്റാണ്ടായി കൊണ്ടു നടന്ന ഒരു സ്വപ്നം, അവരുടെ പൗരാണികമായ ക്ഷേത്രത്തിൻ്റെ പുനഃസ്ഥാപനം നടന്നു. അങ്ങനെ ഉണ്ടായ രാമക്ഷേത്രത്തെ തകർത്ത് വീണ്ടും ബാബറി പള്ളി പണിയും എന്ന് പരസ്യമായി പറയുന്ന സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനുള്ള ആഗ്രഹം ഇവരുടെ ഒരുപാട് പേരുടെ മനസ്സിലുണ്ട്. എങ്ങനെയെങ്കിലും ഈ രാമക്ഷേത്രവും തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, കേരളത്തിലുമുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ അതിനുവേണ്ടി ആരെങ്കിലും മുന്നിട്ടിറങ്ങി എന്തെങ്കിലും ചെയ്യുന്നത് ഇതാദ്യമാണ്. ഒരു ചെറിയ പയ്യനാണ്, 19 വയസ്സേ ഉള്ളൂ. ഫരീദാബാദിൽ സരയൂ നദിയുടെ തീരത്ത് രാമക്ഷേത്രത്തിൽ നിന്ന്, അയോധ്യയിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം അകലെ മിക്കിപ്പൂരിൽ താമസിക്കുന്ന അബ്ദുൾ റഹ്മാൻ അബൂബക്കർ എന്ന് പറയുന്ന 19കാരൻ. അവൻ 2 കൈകളിലും ഉപയോഗിക്കാൻ പറ്റിയ ആയുധം കരുതിയിരുന്നു. ചെറിയ ആയുധമൊന്നുമല്ല, ഗ്രനേഡുകളാണ്. ഗ്രനേഡുകളുമായി അവനെ അയോധ്യയുടെ പരിസരത്ത് വെച്ച് പിടികൂടിയത് രഹസ്യ വിവരം കിട്ടിയ ഗുജറാത്തിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ഗുജറാത്ത് ATSഉം ആൻറ്റി ടെററിസം സ്ക്വാഡും ഹരിയാനയിലെ ATSഉം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ചേർന്നാണ് പിടികൂടിയിരിക്കുന്നത്. അപ്പോൾ രാമക്ഷേത്രത്തിന് നേരെയുള്ള ആക്രമണം നടത്തുക എന്നുള്ള ഇവിടുത്തെ വിഘടനവാദികളായ തീവ്രവാദികളായ കുറേ ആളുകളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാക്ഷാൽ IS തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഏറ്റവും പുതിയൊരു ഉള്ളത് ഗുജറാത്തിലെ ATSൻ്റെയും ഹരിയാനയിലെ STFൻ്റെയും ഒരു സംയുക്ത യോഗം ആഭ്യന്തര മന്ത്രാലയം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, അമിത്ഷായുടെ വകുപ്പ് ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. അത് ഡൽഹിയിൽ യോഗം ചേരുന്നു. ഈ പയ്യനെ പിടികൂടിയിട്ടുണ്ട്. പക്ഷേ അവൻ്റെ പിന്നിൽ അവൻ ഇവിടുന്ന് ഗ്രനേഡ് കിട്ടി. വെറുതെ ഒരു കത്തി കിട്ടുന്ന പോലെയല്ലോ ഗ്രനേഡ് കിട്ടിയിരിക്കുന്നത്. അത് ഏത് രാജ്യത്തുണ്ടാക്കിയതാണെന്നുള്ള വിവരമൊന്നും പുറത്തു വന്നിട്ടില്ല. അതിൻ്റെ പരിശോധനകൾ നടക്കുന്നു. അതീവ ഗൗരവത്തോടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അത് കാണുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പതിവ് പോലെ മലയാളത്തിലെ പത്രങ്ങളിൽ ഈ വാർത്ത കണ്ടിട്ടില്ല. കാരണം അയോധ്യയിലെ രാമക്ഷേത്രമല്ലേ, അതൊന്നും തകർന്നു കിട്ടാൻ ഇവിടുത്തെ ചില മാധ്യമങ്ങൾക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ സുനിൽ പറഞ്ഞതിൻ്റെ അകത്ത് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇയാൾ ഫൈസാബാദുകാരനാണ്. അയോധ്യ ഉള്ളത് ഫൈസാബാദിലാണ്. ഇയാളെ പിടിച്ചിരിക്കുന്നത് ഹരിയാനയിലെ ഫരീദാബാദിലാണ്. അപ്പോൾ ഫൈസാബാദിലാണ്. ഫൈസാബാദിൽ സരയൂ നദിയുടെ തീരത്ത്. സരയൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫരീദാബാദ് എന്ന് സുനിൽ പറഞ്ഞു. അത് ഞാൻ അപ്പൊ കറക്റ്റ് ചെയ്തില്ല, പറയുമ്പോ കറക്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. ഹരിയാന ഫരീദാബാദും ഫൈസാബാദും മാറിപ്പോയി. ഫൈസാബാദിലാണ് ഈ അയോധ്യ നിൽക്കുന്നത്. ഫൈസാബാദ് ലോക്സഭാ മണ്ഡലം, സരയൂ നദിയൊക്കെ അവിടെയാണ് അയോധ്യ. ഫരീദാബാദിലെ ഹരിയാനയിൽ നിന്നാണ് പിടിച്ചത്. അതാണ് ഗുജറാത്ത് ATSഉം ഹരിയാന STFഉം കൂടി പിടിച്ചത്. 19 വയസ്സ് അബ്ദുൾ അബൂബക്കർ റഹ്മാൻ. ഇയാളെ പിടിച്ചത് ഫരീദാബാദിലെ പാലി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ തെരുവിൽ കൂടി നടന്നു പോകുമ്പോഴാണ്. പക്ഷേ ഇങ്ങനൊരു ആള് ഫൈസാബാദുകാരൻ തന്നെ, അങ്ങനെ ഒരാളെ പാകിസ്ഥാനായ ഒരു ഹാൻഡ്ലർ ഇങ്ങനെ വശത്താക്കിയിട്ടുണ്ടെന്നുള്ള വിവരം ഫെബ്രുവരി 28-ാം തീയതി കിട്ടിയിരുന്നു. അങ്ങനെ കിട്ടിയിട്ടാണ് ഗുജറാത്ത് ATS ഹരിയാനയിലെ STFനെ അലർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഇയാളെ ശ്രദ്ധിക്കുന്നത്, ഇയാളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഇയാൾക്ക് ഭീകര സംഘടനകളുമായിട്ട് ബന്ധമുണ്ട്, ഇയാൾ വലിയൊരു ആക്രമണം പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള വിവരമൊക്കെ കിട്ടിയിരുന്നു. മുഖ്യ ഭീകരാക്രമണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അയാൾ ഫൈസാബാദിൽ നിന്ന് ഫരീദാബാദിലേക്ക് പോയതാണ് അയാളുടെ ഹാൻഡ്ലറെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി. പാകിസ്ഥാൻകാരനാണ് ഇയാൾക്ക് ഈ ഗ്രനേഡ് കൊടുത്തത്. പക്ഷെ ഗ്രനേഡിൽ ഇത് എവിടെ നിന്നാണെന്നുള്ള മുദ്രയൊന്നുമില്ല. അപ്പൊ അതിനെപ്പറ്റി സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവില്ലല്ലോ, വേണ്ടിയേ ചെയ്യുള്ളൂ. അപ്പൊ ഹരിയാന STFന് വിവരം കൈമാറി മാർച്ച് 2-ാം തീയതി ഇയാളുടെ മൊബൈൽ ലൊക്കേഷൻ ഇവിടെ ഫരീദാബാദിലാണെന്ന് മൊബൈൽ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ സാങ്കേതികമായി വാർത്തയുടെ വിശദാംശങ്ങൾ പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇയാളുടെ ഈ ഓപ്പറേഷൻ എങ്ങാനും സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ, ഇയാൾ രാമക്ഷേത്രത്തിലേക്ക് വരുന്നു, 2 കയ്യിലും ഗ്രനേഡ് ഉണ്ട്, സെക്യൂരിറ്റി പരിശോധനകളിലൊന്നും പെടാതെ അവിടെ ചെന്നിട്ട് ഈ ഗ്രനേഡ് എടുത്ത് പ്രയോഗിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കാഷ്വാലിറ്റി, എത്ര പേർ മരിക്കും, അതിലേറെ
ആ രാമക്ഷേത്രത്തിലേക്ക് ഒരു ഗ്രനേഡ് വന്ന് വീണാൽ ഈ രാജ്യത്തെ കോടാനുകോടിയായ ഹിന്ദുക്കളുടെ മനസ്സിലേക്കാണ് ഒരു ബോംബ് വീഴുന്നത്. അതിനുശേഷം ഈ രാജ്യത്ത് എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. രാമക്ഷേത്രത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് വലിയ കോളിളക്കം. നമ്മൾ ഉദാഹരണത്തിന് ഗോദ്ര ദിനം കഴിഞ്ഞിട്ട് 4-5 ദിവസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഗോദ്രയുടെ ഒരു പ്രത്യാഘാതം അറിയാം. അതുപോലെ രാമക്ഷേത്രത്തിന് നേരെ അതിനൊരു ബന്ധമുണ്ട്. കർസേവകർ, അയോധ്യയിൽ നിന്ന് പോയ കർസേവകർ സഞ്ചരിച്ച തീവണ്ടിയാണ് ഗോദ്രയിൽ കത്തിച്ചത്. ഈ ഗോദ്രയുടെ കാര്യം ആരും പറയില്ല, ബാക്കിയുള്ളതേ പറയുള്ളൂ. അതുപോലെ രാമക്ഷേത്രത്തിലേക്ക് ഒരു ബോംബെറിഞ്ഞ് ഒരു ദുരന്തം ഉണ്ടായാൽ അതിനുശേഷം എന്ത് സംഭവിക്കും എന്നുള്ളത് പ്രവചനാതീതമാണ്, ഭയപ്പെടുത്തുന്നതാണ്. അപ്പോൾ അത്തരം ഒരു അപകടമാണ് ഒഴിവാക്കപ്പെട്ടത്. അത്ര വലിയ ഒരു ദുരന്തത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനുള്ള പ്ലോട്ടാണ് ഇയാൾ തയ്യാറാക്കിയിരുന്നത്. ഇയാളുടെ പക്കൽ നിന്നൊരു പെൻഡ്രൈവ് കിട്ടി. പെൻഡ്രൈവിൽ ഇതെങ്ങനെ ആസൂത്രണം ചെയ്യണം എന്നുള്ള ബ്ലൂ പ്രിൻ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, ഇയാൾക്കുള്ള ഉത്തരവുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ലോൺ വോൾഫ് അറ്റാക്കാണ് പ്ലാൻ ചെയ്തതെന്നും വിവരമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇയാൾ ഒറ്റയ്ക്കാണ് ചെയ്യുക ഇത് ആക്രമണമൊക്കെ. എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ശ്രീകോവിലേക്കൊക്കെ കയറിയിട്ട് ചെയ്യുക എന്നൊക്കെയുള്ള പരിപാടിയൊക്കെ പക്ഷെ ഈ ചാവേറുകൾ ഇറങ്ങുന്ന പോലെയാണല്ലോ ഈ ഒറ്റയ്ക്ക് ആളുകൾ ഇറങ്ങുന്നത്. ഭ്രാന്താണല്ലോ. അപ്പൊ അങ്ങനെ അതെ, അതാണ്. അപ്പൊ അങ്ങനെ ഉള്ള ആളുകളെ ഇങ്ങനെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. പിന്നെ മസ്തിഷ്ക പ്രക്ഷാളനമൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തില്. അപ്പോൾ മൊബൈൽ ഫോണിലായിരുന്നു മൊബൈൽ ഫോണിലായിരുന്നു ഡിറ്റണേറ്റർ എന്നാണ് വാർത്തകളിൽ കാണുന്നത്. അപ്പം മൊബൈൽ ഫോണുകൾ കൊണ്ട് തന്നെ ഇയാൾക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. ആ രാമേശ്വരം കഫേ സ്ഫോടനമൊക്കെ പോലെ ഇത് കൊണ്ടുവച്ചിട്ട് അതെ, ഇത് ഡിറ്റണേറ്റ് ചെയ്യാൻ ഗ്രനേഡിന് സാധാരണ ഈ ഡിറ്റണേറ്റർ പതിവില്ല, അതിന്റെ പിന്നൂരിയിട്ട് എറിയാണ് ഇത് ചെയ്യുക. പക്ഷെ ഇത് ബോംബ് എന്നുള്ള ചില സ്ഥലങ്ങളിൽ ബോംബായിരിക്കാം, ബോംബെന്ന് ചില സ്ഥലങ്ങളിൽ. പക്ഷെ പല റിപ്പോർട്ടുകളിലും ലൈവ് ഗ്രനേഡ്സ് അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ട റിപ്പോർട്ടുകളിലെല്ലാം. ടെക്നോളജിയിൽ വല്ല മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സാറിന് ID ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഈ റിമോട്ട് കൺട്രോൾ ആക്സസ് ഒക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ കളമശ്ശേരി സ്ഫോടനത്തിൽ പോലും റിമോട്ട് കൺട്രോൾ ആക്സസ് ആണ് ഉപയോഗിച്ചത്, ID ആയിരുന്നു. അതെ. അപ്പോൾ ഫോൺ മാറ്റി വെച്ചിരുന്നു. ഈ ഡിറ്റോണേറ്റർ ഒക്കെ ഉള്ളത് കൊണ്ട് ഇയാളെ ആ റോഡിൽ വെച്ച് പിടിച്ചിട്ട് അപ്പുറത്തൊരു വാക്കൻ്റ് ഹാൻഡിലേക്ക് കൊണ്ടുപോയിട്ട് ഈ മൊബൈൽ ഫോണും കുഴപ്പം പിടിച്ചായിരിക്കും എന്ന് വിചാരിച്ചിട്ട് മാറ്റി അവിടെ തന്നെ ഇട്ടിരുന്നു പോലീസ് കുറെ നേരം. കാരണം പിന്നീട് വന്നിട്ട് ഇത് നിർവീര്യമാക്കുകയായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു വിജയകരമായി നിർവീര്യമാക്കിയതാണ് പറയുന്നത്. അതെ, ബോംബ് തന്നെ ആയിരിക്കാം അത്. ഒരുപാട് ആള് വന്ന് കൂടുകയൊക്കെ ചെയ്തു. ഇങ്ങനെ ഒരുപാട് പോലീസ് അവിടെ വന്ന് പെട്ടത് കണ്ടിട്ട് ഈ ഫരീദാബാദിലെ ആളുകൾ പ്രതീക്ഷിച്ചതല്ലല്ലോ. അപ്പോൾ അവിടെ ബാൻസ് റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഗ്രാമം എന്ന് പറയുന്നുണ്ട്. ഇയാൾ 2 തവണ രാമക്ഷേത്രം ഇതിനു വേണ്ടി വന്ന് കണ്ട് നിരീക്ഷണമൊക്കെ നടത്തി ആയിട്ടാണ് ഈ ഫരീദാബാദിലേക്ക് പോയത്. ട്രെയിനിലാണ് ഫൈസാബാദിൽ നിന്ന് പോയത്. ഒരാൾ കൊണ്ടുവന്ന് 2 ഗ്രനേഡ് കൊടുക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഗ്രനേഡിൽ രാജ്യം രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഫരീദാബാദിൽ താമസിച്ചിട്ട് ഇയാളെ ഇതൊക്കെ പഠിപ്പിച്ചിട്ട് വീണ്ടും ഫൈസാബാദിലേക്ക് വിടുക എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കൊടുത്ത ആൾ പാകിസ്ഥാൻകാരനാണ്. ഇയാളുടെ മൊബൈൽ ഫോണിൽ ഈ വിവരങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. ഇയാൾ വലിയ ഒരു തീവ്രവാദ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടതിൻ്റെ ഒക്കെ വിവരങ്ങളുണ്ട്. IS ഓഫ് ഇറാഖ് ആൻഡ് ലെവാൻഡ് എൻ്റെ ആളാണ് ഈ ഹാൻഡ്ലറായിരുന്ന ആൾ എന്ന് പറയുന്നുണ്ട്. എന്തായാലും IS ൻ്റെ പിൻബലത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് വീണ്ടും പലയിടത്തും തലപ്പൊക്കുന്നില്ല. നമ്മുടെ സ്ലീപ്പർ സെല്ലുകൾ നമ്മുടെ രാജ്യത്ത് പലയിടത്തും ഉണ്ട്. അത് ഒരു സ്ലീപ്പർ സെല്ലുകളുടെ സ്വഭാവം അതിങ്ങനെ ഉറങ്ങിക്കിടക്കും. ഈ ഭീകരപ്രവർത്തകർ മറ്റു പല ജോലിയും ചെയ്തുകൊണ്ടിരിക്കുക. അവർക്കൊരു മെസ്സേജ് കിട്ടുമ്പോൾ അവർ ഉണർന്നിട്ട് അവർ ആക്റ്റീവ് അവരുടെ ഏൽപ്പിക്കുന്ന ജോലി ചെയ്യും. അതിനുശേഷം അവർ വീണ്ടും ഒളിവിൽ പോകും, അല്ലെങ്കിൽ വീണ്ടും പഴയ പോലെ അത് നമ്മുടെ നാട്ടിൽ മീൻ കച്ചവടക്കാരോ മരുന്ന് കച്ചവടക്കാരോ പഴം വിൽക്കുന്നവനോ ഹോട്ടൽ തൊഴിലാളിയായിട്ടോ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഒരു സ്ലീപ്പർ സെല്ലിൻ്റെ സ്വഭാവം. നമ്മളിത് പറയുമ്പോൾ ഇതൊക്കെ ഈ അതിഭാവനയാണെന്നൊക്കെ തോന്നും. ഇന്നലെ വീണ്ടും ജർമ്മനിയിൽ ആൾക്കൂട്ടത്തിലേക്ക് കാർ ഓടിച്ച് കയറി കൊന്നിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഫ്രാൻസിലുണ്ടായി,
ജർമ്മനിയിലുണ്ടായി. ജർമ്മനിയിൽ തന്നെ പല കുറി തവണയായി. ഈ ഓടിച്ചു കയറ്റുന്ന ആളുകളൊക്കെ ഈ അപകടത്തിൽ നിരപരാധികളായ മനുഷ്യരെ കൊലപ്പെടുത്തിയതിനു ശേഷം അള്ളാഹു അക്ബർ എന്നാണ് വിളിക്കുന്നത്. അതെ, ഇത് എന്താന്ന് വെച്ചാൽ അടുത്ത കാലത്ത് മറ്റേ റഹ്മാനി എന്ന് പറഞ്ഞൊരുത്തിനെ പുറത്തു വിട്ടില്ലേ, തീവ്രവാദിയെ, ബംഗ്ലാദേശില്. അത് കഴിഞ്ഞാൽ സ്ലീപ്പർ സെല്ലുകളൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിലൊരാൾ ആസാമിൽ വന്ന് ബംഗാളിൽ പോയി കുറെ ആളുകളെ റിക്രൂട്ട് ചെയ്ത് പിന്നെ അയാൾ പിടിച്ചത് കാസർഗോഡ് നിന്നല്ലേ, പടന്നയിൽ നിന്നാണ്. അപ്പോൾ ഒരാൾ ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞപ്പോൾ കുറെ ആളുകൾ ഈ പറഞ്ഞ പോലെ ആശാരിപ്പണിയും വേറെ പണികളും ഒക്കെ ആയിട്ട് നടന്നു. അയാൾ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വീണ്ടും ബാക്കി എല്ലാവരും ടീം സെറ്റായി. ആ ഭാഷ എന്ന് പറഞ്ഞ ഭീകരൻ വട്ടിയൂർക്കാവില് അയാൾക്കൊരു ചിന്ന വീടുണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷന്റെ അപ്പുറത്തായിരുന്നു. അയാൾ പോലീസ് എന്ന ബോർഡ് വെച്ച വാഹനത്തിലാണ് നടന്നിരുന്നത്. ഇങ്ങനെ നമ്മുടെ നാട്ടിലും ആളുകൾ നടക്കുന്നുണ്ട് പലതരത്തില്. ഇന്ന് സുരേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു മറ്റേ അഫാൻ PFI പ്രവർത്തകനായിരുന്നു എന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചുറ്റിക പ്രയോഗം അവരുടെ ഒരു എക്സ്ക്ലൂസീവ് അറ്റാക്ക് മോഡാണ്. ഏതായാലും രാമക്ഷേത്രം സത്യമാണ്, ശ്രീരാമൻ സത്യമാണെന്നതുപോലെ അതിന് നേരെ ഉണ്ടാവുന്ന ആക്രമണ ശ്രമം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കൂട്ടനിലവിളി പിന്നീട് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു വെക്കുന്നുണ്ട്. കാരണം അതിനുശേഷം ഇവർ ഇരവാദം പറഞ്ഞുകൊണ്ട് വരും. അതാണ് സഹിക്കാൻ പറ്റാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ രാജ്യത്തിന്റെ അഭിമാനമായിരിക്കുന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. അമേരിക്കയിലെ ട്വിൻ ടവർ പോലെ നമ്മൾ 500 കൊല്ലം കഴിഞ്ഞുണ്ടായതാണ് രാമക്ഷേത്രം. അതിനെതിരെ അല്ല, 1-2 തീവ്രവാദികൾ അവരുടെ വൈകാരികമായ അല്ലെങ്കിൽ വർഗീയ ഭ്രാന്ത് കൊണ്ട് ചെയ്യുന്നതിന് നിരപരാധികളായ ലക്ഷക്കണക്കിന് മുസ്ലിമുകൾ പിന്നെ അനുഭവിക്കേണ്ടി വരും. അതാണ് അവർക്ക് ഇതിലൊരു പങ്കും ഉണ്ടാവത്തില്ല, മനസ്സറിവ് ഉണ്ടാവത്തില്ല. അങ്ങനെ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ഉണ്ടാവില്ല ഒരു പക്ഷേ അവരും ഇതിൻ്റെ ഇരകളായി പിന്നീട് മാറും. രാജ്യത്ത് നമുക്കിപ്പോഴേ തന്നെ പ്രവചിക്കാൻ കിട്ടും, രാമക്ഷേത്രത്തിന് നേരെ ഒരാക്രമണം ഉണ്ടായാൽ വലിയ 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 പ്രത്യാഘാതങ്ങൾ രാജ്യത്തെല്ലായിടത്തും ഉണ്ടാകും. അത് ഒരുപക്ഷെ ഒരു വിഭാഗം ആളുകൾക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തായിരിക്കും, രാജ്യത്തിന് തന്നെ താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തായിരിക്കും. ഏതായാലും അത്തരം കാര്യങ്ങൾ ഒഴിവായി പോയതിൽ നമുക്ക് ഭഗവാൻ ശ്രീരാമചന്ദ്രനോട് നന്ദി പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.